വഴിയിൽ യാതൊരു വക തടസ്സം ഉണ്ടാവല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കും. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. പുറപ്പെടുമ്പോ തന്നെ നല്ല ശകുനം. മണി 8:30 ആയോ? അയ്യോ പട്ടി 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 പൊട്ടിന്ന് കേട്ടിട്ട് കൈ കൊട്ടുന്ന. അയ്യോ ടി വി പാല് ബോംബ് പൊട്ടുന്ന പടമാണല്ലോ ഇട്ടേക്കുന്നത്. അതെ ഒരു ഭക്തി പടവിട്ട് കാണിച്ചുകൂടായിരുന്നോ പോണത്? ഭക്തി പടവിടാനായിട്ട് മിണ്ടാതിരിക്കടാ. അയ്യോ ആ തീറ്റപ്രാന്തം കേൾക്കുന്നില്ല. ദൈവമേ വെച്ചവനെ തന്നെ ബോംബെടുക്കാൻ ഏൽപ്പിച്ചല്ലോ. അമ്മേ അതെ വണ്ടി നിർത്ത വണ്ടി നിർത്ത വണ്ടി നിർത്ത. ഓണടിക്കുന്നു വണ്ടി നിർത്ത. പോലീസ് ഓഫീസർ ഓണടിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്താം. എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞത്? എല്ലാം ഈ മണ്ടൻ ബാനർജി കാരണമാണ്. ഞാനോ? ഇവന്റെ മച്ചാൻ മുരുകൻ പറഞ്ഞത് നന്നായി. വെച്ചത് തന്നെ അവനാണ്. മഫ്ലർ സെറ്റ് വീട്ടിൽ വെച്ച് മറന്നത് നീയോ അവനോ? മഫ്ലർ സെറ്റാ? പിന്നെ കൂടെ നിന്നിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് നീയല്ലേ? അപ്പൊ നിങ്ങൾ വെച്ചതെടുക്കാൻ വന്നല്ല. എന്തു വെച്ചത്? അത് ഏയ് നീ ഇവിടെ വാ. റെഡി. ശരി എന്താ വെച്ചത്? ഏയ് എന്താ വെച്ചത് പറയടാ. ഇല്ല സാർ ഞാൻ മറന്നു വെച്ചത് നിങ്ങൾ കൊണ്ടുവന്നില്ലോന്ന് പറഞ്ഞു. അതല്ലേ കൊണ്ടുവന്ന്. ഇന്നമ്മേ വളരെ നന്ദി മോനെ. അവിടെ ഭയങ്കര തണുപ്പാ. ഇതില്ലെങ്കിൽ ഒറ്റയടിക്ക് മോളി പോകും. ഇപ്പൊ മാത്രം എന്താ പോകില്ലെന്നാണോ വിചാരം? താങ്കളുടെ വിചാരണയൊക്കെ നന്നായി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. പോയല്ലോ മച്ചാ, നന്നായിട്ട് ആഘോഷിക്കേ. എല്ലാരും പോയിട്ട് വാ. നിക്ക്, നീയും ഞങ്ങളുടെ കൂടെ വാ. അമ്മമ്മേ അവനെ വിളിക്ക. അവൻ വന്നാ എല്ലാവർക്കും തുണയായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അയ്യോ, വീട്ടിലെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ കിടക്കുക. ഞാൻ വരുന്നില്ല. അതൊക്കെ അവിടെ കിടക്കട്ടോ. നീ ഡാർജിലിംഗ് കണ്ടിട്ടില്ലോ. വാ നമുക്ക് വാ. ഡാർജിലിംഗ് ഞാൻ തനിയെ പോയിക്കളാം. ഇതിനകത്ത് സീറ്റേ ഇല്ല. അയ്യോ എന്റെ സീറ്റ് ഞാൻ തരാം. എല്ലാരും പറയും എങ്കിലും അവൻ വരുവുള്ളൂ. ഞാൻ വരുന്നില്ല. എന്നെ വിട്ടേക്ക്. അയ്യോ സാറ് സാറ് പറഞ്ഞ ഇവൻ കേൾക്കും. നീ അകത്ത് പോ. കണ്ട സാറും പറഞ്ഞു വാ വാ. ശരി, ഒന്നിച്ച് പോവാൻ നമുക്ക് വാ. വിട്. പേടി പോയോ? മറ്റുള്ളവരുടെ കൂടെ വെച്ചവനിക്കാവുമ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? വേറെ പണിയില്ല. ഇവിടെ നോക്കളിയാ, ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവസാനമായി നിനക്കൊരു ചാൻസ് തരാം. എനിക്ക് നീ എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് പറഞ്ഞ് വണ്ടി നിർത്തിച്ച് അടി വെച്ചിരിക്കുന്ന ബോംബ് അഴിച്ച് നിന്റെ ബാഗിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കോ. ജീവൻ വേണമെങ്കിൽ. എനിക്ക് എന്റെ ജീവനെ പറ്റി പേടിയില്ല. പിന്നെ അയാളുടെ ജീവന പ്രധാനം. അതെ, ടൈം എന്തായി? 8:30 മുരുക. 8:30. എന്താ ഇത്? ദേവി കന്യാകുമാരി പടത്തിൽ കാണുന്നത് പോലെ ഒരേ പുകക്കൂട്ടമാണല്ലോ. എന്ന് വെച്ച് സ്വർഗത്തിൽ വന്നിരിക്കുവാണോ? ആരാ ഇതൊക്കെ? നമ്മുടെ കൂട്ടമാണല്ലോ. സ്വർഗത്തിൽ ജോഡിയായി തന്നെ നടക്കുന്നല്ലോ. ഇതാരാ? നമ്മുടെ അമ്മ. സ്വർഗത്തിൽ മേക്കപ്പോടെ തന്നെ നിൽക്കുന്നത് നോക്ക്. ഇതാരാ? ആകാ ഇവനാ. ഇവിടെയെങ്കിലും ആരേലും ഇവനൊരു ചാൻസ് കൊടുക്കും. ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ. നിങ്ങളെ രക്ഷിക്കാനായി പെടപ്പാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്ന് വിചാരിച്ചത് ഇപ്പൊ വട്ടുമായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ. ഒക്കെ സത്യ. സാരമില്ല, ബോധങ്ങൾ തിരിച്ചു കിട്ടിയല്ലോ. രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടിച്ചത്തില്ലേ? ടയർ പൊട്ടി ആരെങ്കിലും മരിക്കോ? ടയർ പൊട്ടിയെന്നോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല, ഡാർജിലിംഗ്. ശരി, ബോംബ് എന്തിയെ? ടയർ മാറ്റിയപ്പോ ബോംബ് മാറ്റി. അതെന്തിനാ? അതില് ഞാനുണ്ടായിരുന്നില്ലേ. ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ ഇനിയും നിറയുണ്ട് മച്ച. അപ്പൊ ഇനി ഒരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പോ പൊട്ടും എങ്ങനെ പൊട്ടും ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റായിട്ട് പൊട്ടും. ആ ജഡ്ജിന് ഡാർജിലിംഗിൽ അമ്മച്ച ഡമാർ. നമ്മൾ സന്ദർശിക്കേണ്ട സ്ഥലം ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് സാർ. നമ്മുടെ വിചാരണയ്ക്ക് അവിടെയുള്ള ലോക്കൽ പോലീസ് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കും സാർ. സാർ ഇവരെല്ലാം അടുത്ത മലയിൽ താമസിക്കുന്നവരാ. ഇവരുടെ കൂട്ടത്തിൽ നിന്നാണ് 20ഓളം കുട്ടികളെ കാണാതായിട്ടുള്ളത് സാർ. ഡ്രെയിനേജിൽ നിന്നും കുട്ടികളുടെ അസ്ഥികൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സാർ അതിൽ ഇവരുടെ കുട്ടികളുണ്ടെന്ന് മനസ്സിലായത് സാർ. ഇവരെന്താ ഈ പറയുന്നേ? ഡെക് താങ്കൾ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് സാർ അവരുടെ കുട്ടികളെ കാണാതെ പോകുന്നത് കുറഞ്ഞതെന്നാണ് പറഞ്ഞത് സാർ.
അതെ അതെ, നിനക്ക് ബോറടിക്കല്ലടാ? എപ്പം നോക്കിയാലും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക. ഇതല്ലേ എൻ്റെ ജോലി, അതിനല്ലേ ഞാൻ വന്നത്. ശരി, അതെന്താ സെൽഫോൺ? പിന്നെ ഇത് ബ്ലൂടൂത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ബോംബ്. ബ്ലൂടൂത്ത് അതെന്നാ? എൻ്റെ സെൽഫോണിൽ 4 ബട്ടൺ അമർത്തിയ ഈ ബോംബ് പൊട്ടു. ഓ, വീണ്ടും പുതിയ കണ്ടുപിടുത്തു. ആദ്യം എവിടെ വെക്കാനാ? നീ ഇതെന്നെ ഒരു ഐഡിയ പറ. ഞാനോ? ജഡ്ജി എവിടെ കാണും? എന്തിനാണ് എന്നെ നിന്റെ കൂടെ കൂട്ടിയോ? ബാനർജി നിക്കങ്ങോട്ട്. മുരുക, ഇത് പിടിക്ക്. ഈ ഗിറ്റാർ എവിടെയെങ്കിലും ഒളിച്ചു വെക്ക്. ആ ഇളയമാന്റെ ശല്യം സഹിക്കാൻ വയ്യ. അയാള് കണ്ടുപിടിക്കരുത്. ഓക്കെ, ഇതിപ്പോ തന്നെ വെള്ളത്തിൽ കളയാം. ഏയ് മുരുക, അയ്യോ, പിന്നെ വിളിച്ചു. നിന്റെ സെൽഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ ആ നോക്കാം. ഇത് പിടി. എടാ, സിഗ്നലുണ്ടെന്ന് പറയല്ലേടാ. ആ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഞാനൊരു നമ്പർ പറയാം, വിളിച്ചതാ. ശരി. 9900197072. ആ പതുക്കെ. തെറ്റുപറ്റി ഈ നമ്പർ അമർത്തല്ലേ. റിംഗ് അടിക്കുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ, ഈ അമ്മ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നീ സെറ്റ് ചെയ്ത് വെച്ച നമ്പർ അമർത്തിയാ പൊട്ടത്തില്ലേ? എന്തായാലും ഒരു 10 അടി ദൂരത്തിൽ പോവാ. എന്തിനാ? ഞാൻ രക്ഷപ്പെടണ്ടേ? താരാ, എന്റെ ഗിറ്റാർ കണ്ടോ? കണ്ടല്ലോ. എവിടെ? കൊൽക്കത്തയിൽ. ഞാൻ ഡാർജിലിംഗിൽ കൊണ്ടുവന്നല്ലോ, അതാ ചോദിച്ചേ. അതെനിക്കറിയില്ലല്ലോ. ഏയ് അതറിയ രക്ഷപ്പെട്ടു. ഇതിനകത്തോ? ഇതിനകത്തോ? എന്തായാലും എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, അത് മതി. ഇത് വലിയ റിസ്ക് എടുക്കുന്ന. എല്ലാവരും വേഗം വാ. ഇവരുടെ നാട്ടിൽ ഇന്നൊരു കല്യാണമുണ്ട്. നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം. അയ്യോ, അവരുടെ കൂടെയോ? അങ്കിൾ ബോറടിക്കുമെങ്കിൽ വേണ്ട അങ്കിൾ, പ്ലീസ്. Shut up. എത്ര സ്നേഹത്തോടെ വിളിക്കുന്നേ. എല്ലാവരും പോണം. ഞാൻ വിചാരണ കഴിഞ്ഞ് അവിടെ എത്തിയേക്കാം. എല്ലാവർക്കും ലഞ്ച് അവിടെയാ. അയ്യോ, ഇനി എന്തൊക്കെയാ സംഭവിക്കുക അറിയത്തില്ലല്ലോ. ഉള്ളങ്കാല് മുതൽ ഉച്ച വരെ കിടന്ന് വിറക്കുക. What is this? What's going on here? Leave me. എന്താ മോനെ, നീ ഇപ്പൊ എങ്ങോട്ടാ? മാമ, എവിടൊക്കെ എപ്പോഴൊക്കെ വീണ്ടും ബോംബ് പൊട്ടുമെന്ന് അറിയില്ല മാമ. ഭയങ്കര വയറൊക്കെ കത്തുന്നു. രാവിലെ മുതൽ ഇൻകമിങ് നടക്കുന്നേ ഇല്ല. പക്ഷെ ഔട്ട് ഗോയിങ് നന്നായി പോകുന്നുണ്ട്. എത്ര തന്നെ റീചാർജ് ചെയ്താലും വയറ്റിൽ ബാലൻസ് നിൽക്കുന്നില്ല. പുതിയ പുതിയ റിംഗ് ടോണൊക്കെ കേൾക്കുന്നു. പോരാത്തിന് ഡോക്ടറെ വിളിച്ചപ്പോ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. എവിടെങ്കിലും പോയി തൊലയട്ടെ. എന്താന്ന്? നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സോറി മാം, എൻക്വയറി തീർന്നവരെ അയാളെ വിടാൻ പറ്റില്ല. എന്താ? കാരണം പൊട്ടിയ ബോംബ് ഇവിടെ ഗിറ്റാറിലായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ട്രെയിനിൽ ബോംബ് പൊട്ടിയ എഞ്ചിൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യൂ. എങ്ങനെയാണ് ഇങ്ങനെ ബുദ്ധിപരമായി സംസാരിക്കുന്നേ? പേടിച്ച് പറഞ്ഞു പോയതാ വിട്ടുകളാ. അടുത്തെത്തിയല്ലോ. അതെ സാർ, ഇയാളുമായി എങ്ങനെ അങ്ങേക്ക് ബന്ധം? എന്റെ അനിയത്തി വഴിയുള്ള ബന്ധമാണ്. താരയെ കെട്ടാൻ പോകുന്നവൻ. എല്ലാം ഒരു തരം കടപ്പാടാ. കടപ്പാടെന്ന് വെച്ചാ ആ കുടുംബത്തിന് ഞാനൊരു ദ്രോഹം ചെയ്തു. ദാറ്റ് വാസ് 20 years back. ഒരു കാര്യമേറ്റ് പോയിട്ട് ഇവന് ഒരു വിവരവും ഇല്ലല്ലോ. എന്തും അതവനാ. എന്താടാ നീ മനസ്സിൽ വിചാരിച്ചേ? എപ്പോഴോ ഒരു തവണ മിസ്സായെന്ന് പറഞ്ഞ് അവൻ വിശ്വസിക്കും. അവിടെ നീ എന്താ ചെയ്യുന്നത്? ഹലോ, മറുപടി പറയടാ. പണം തന്നവരോട് ഞാൻ എന്തു പറയും? ഏയ് പറയടാ, എന്താടാ ഒന്നും പറയാത്തെ? ഇന്നാ കൊണ്ട് സംസാരിക്കും. ശരി ശരി, ഓക്കെ. ശരി, നീ എപ്പോ വരും? ഹലോ അപ്പാ, വേറെ ആരോ ഫോൺ എടുത്ത് എല്ലാം പുറത്തായല്ലോ. ഇവിടെ എന്തെടുക്കുമായിരുന്നു നീ? ആരാ നീ? മുരുകൻ. അവസാനം ആരോടെ സംസാരിച്ചു? നല്ല ചോദ്യം. ഇപ്പോ കുട്ടിയോട് തന്നെ. അവസാനം ഫോണിൽ ആരോടെ സംസാരിച്ചെന്ന്? അത് നാട്ടിലെ ഫ്രണ്ട്സിനോടാ സംസാരിച്ചേ. അവരെനിക്ക് കുറച്ച് കടം മേടിച്ച് തന്നിരുന്നു. അവര് ഫോണിൽ വിളിച്ച് സെറ്റിൽ ചെയ്ത് തീർക്കാമോ എന്ന് ചോദിച്ചോണ്ടേയിരിക്കും. ശരി, അത് വിട്. ആ ഗിറ്റാർ നീയാ കൊണ്ടുപോയി കാറിൽ വെച്ചത്. ഞാനത് കണ്ടു. അതിലാ ബോംബ് ഇരുന്നത്. അതിനെന്ത് പറയും? അയ്യോ, കുട്ടികൾ എന്തെങ്കിലും ഗിറ്റാർ ഒന്ന് ഒളിച്ചു വെക്കാൻ പറഞ്ഞത്. ഞാനത് കൊണ്ടുപോയി കാറിൽ ഒളിച്ചു വെച്ചു.
അതിൽ ബോംബുണ്ടായിരുന്നോ പാമ്പുണ്ടായിരുന്നോ എന്ന് ആര് കണ്ട്? അങ്ങനെ നോക്കാൻ പോയാൽ കുട്ടി പോലും ബോംബ് വെച്ച് എനിക്ക് ഗിറ്റാർ തന്നതായിട്ട് ഞാനും ചിന്തിക്കാമല്ലോ. പക്ഷെ നിങ്ങളങ്ങനെയല്ല, ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഫോൺ കമ്മീഷണർ കൈ കൊടുത്ത് നടന്നതൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയാം. ഒരു നിമിഷം. കുട്ടി പോലീസിൻ്റെ അടുത്ത് പോകുന്നതിനെ പറ്റിയൊന്നും എനിക്ക് പേടിയില്ല. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയോട് പറയാനുണ്ട്. എന്താന്ന് പറ. അത് രഹസ്യമാ. ഇവിടെ വെച്ച് വേണ്ട. പെട്ടെന്നാരെങ്കിലും വന്നാൽ കുട്ടി ടെറസിന്റെ മുകളിൽ വെയിറ്റ് ചെയ്താൽ ഞാൻ. കുട്ടിയുടെ ഇഷ്ടം. ശരി, വെയിറ്റ് ചെയ്യാം. വേഗം വാ. ദാ ഇപ്പൊ വരാം. എന്നടാ മോളി പോയി എന്താ പറയാൻ പോണത്? പറയാൻ പോവല്ല, വേറെന്താ? അവളെ കൊല്ലാൻ പോവാ. അവളെ